സുബ്രഹ്മണ്യെ പോലെ കിച്ചനും ഇനി ഈ വീട് സ്വന്തം പോലെ കരുതാം. ഞങ്ങൾക്കത് സന്തോഷാണ്. വിഷ്ണുവിന്റെ അമ്പലത്തിൽ നേരിച്ച പാൽപ്പായസ ഇത് വേണിയുടെ ആൾക്കുള്ളതാ. ബാക്കി എല്ലാരും കാപ്പി എടുത്തോളൂ. മധുരം കൊടുത്തു സ്വീകരിച്ചെന്നായി. വേണിയുടെ ആളോട് അവൾക്ക് എന്താ ഒരു സ്നേഹം. കഴിക്ക് കിച്ച, വയറ് നിറച്ച് കഴിക്ക്. ഏയ്, ഇവൻ വരാനുള്ളൊരു നേർച്ചയായിരുന്നു ഈ പാൽപ്പായസം. അപ്പോഴേ കൃഷ്ണ, ജോലി എങ്ങനെ? ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ടോ? കഴിഞ്ഞുകൂടാനുള്ളൊക്കെ കിട്ടും. പേരിനൊരു ജോലി അത്ര ഉള്ളൂ മുത്തശ്ശ. ഞാൻ പറഞ്ഞ കിച്ചനോട് നമുക്ക് ഇവിടെ അടുത്തെങ്ങാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രൈ ചെയ്യാന്ന്. കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേർക്കും കഴിഞ്ഞുകൂടാനുള്ള വകയെ കിട്ടണ്ടേ? അതിനിപ്പോ ജോലി ഇല്ലെങ്കിലും വിരോധമില്ല. എന്നെ കൃഷിയിൽ സഹായിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാം. അല്ല, ഞാനത് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട്, ഇല്ലേ കിച്ച? അതെ, ഭാഗ്യം, ഭാഗ്യമുണ്ട്. ഈ വീട്ടുകാര് തഞ്ചാവൂരിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പൂപ്പ മരിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തേനെ? കിച്ചൻ കണ്ടില്ലേ, എത്ര സ്നേഹം അവർക്കൊക്കെ നമ്മളോട്. അതും ഭാഗ്യം അല്ലേ? ഓ, ആ ദുഷ്ടൻ സുബ്രഹ്മണ്യം. ഞാൻ അയച്ച എഴുത്ത് കിച്ചന് കിട്ടിയില്ലല്ലോ. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ തഞ്ചാവൂരിൽ അവൻ വന്നതും കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതും. പാവ അപ്പൂപ്പൻ. മഹേട്ടനുണ്ടായതുകൊണ്ട് ഓടിച്ചു അവനെ. ഇവിടെ വന്നിട്ടും ദുസ്വപ്നത്തിൽ ചിലപ്പോ വരും. ഒരു ദിവസം ശരിക്കും ഇവിടെ കയറി വരുമെന്ന് എനിക്ക് പേടിയുണ്ട് ഇപ്പോഴും. ഇല്ല, ഇനിയും വരില്ല. കണ്ടിരുന്നു അടുത്തെങ്ങാനും? കിച്ചൻ പോയോ ശിവപുരത്ത് പിന്നീട്? ഇല്ല, പോവണ്ട, നമുക്കിനി വേണ്ട ആ നാട്. നിനക്കിവിടെ സ്ഥിരമായിട്ട് നിന്നൂടെ? ഇനി നിക്കാം, ആർക്കും അലോഹ്യം ഉണ്ടാവില്ല. കിച്ചനെയും വിടുമെന്ന് തോന്നണില്ല ഇവിടെ ആരും. എനിക്ക് പോണം, പോവാതിരിക്കാൻ പറ്റില്ല. എത്ര കാലത്തിന് ശേഷം ഒന്ന് കാണുന്നത്. ഇനി പോയാൽ തന്നെ ഒരുപാട് ദിവസം ഒന്നും കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഒരുപാട് കാലത്തേക്ക് എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു നീണ്ട യാത്ര പോകാനുണ്ടെന്ന് നോക്കിയാ കാത്തിരിക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ല. എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയെന്ന് നോക്കിയേ, ഒത്തിരി ദൂരത്തേക്ക്. അപ്പൊ ആ ജോലി വേണ്ടാന്ന് വെച്ചാ മതി. വേണേയും കുറെ കാലം എന്നെ കാണുന്നില്ലെന്ന് കരുതുക. അപ്പോ പതിയെ പതിയെ എന്നെ മറന്ന്. ദാ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഓ, എനിക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോന്ന് പരീക്ഷിക്കാ. വേണേയും അതല്ല, കേൾക്കുമ്പോ നിനക്ക് ഞാൻ ഞാൻ മതി മതി, മുത്തശ്ശി അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നമുക്ക് യോഗം പിരിച്ചുവിടാം. വേണി അപ്പുറത്ത് തിരക്കുണ്ട്. കല്യാണം കഴിയുന്നവരെ രണ്ടിനെയും സൂക്ഷിച്ചോളാനേ മുത്തശ്ശി എന്നെ ഏൽപ്പിച്ചിരിക്കണത്. ഓ, എന്താ തന്റെ മുഖോരുമാരി? താനും അവളും കൂടി സംസാരിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ ടെൻഷനായി എനിക്ക്. താൻ വല്ല അബദ്ധവും വിളിച്ചു പറയുമെന്നുള്ള പേടി. പറയായിരുന്നു, മഹേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. എന്താ കിച്ചാമണി, എല്ലാവരുടെ ഉള്ളിലും ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് തല്ലിക്കെടുത്തണോ എനിക്ക്? വാ, ഒന്ന് ചിരിച്ചൂടെ കിച്ചാമണി തനിക്ക്? മറന്നുപോയി മഹേട്ട. തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിക്കെ. മറ്റുള്ളവരുടെ ചിരിയിലൊക്കെ ഒന്ന് പങ്കുചേര്. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതുക. അതിനല്ലേ നമ്മൾ ശ്രമിക്കണത്. ഭഗവതി കാക്കാണ്ടിരിക്കുമോ നമ്മളെ? ഒന്ന് പറയടാ, തഞ്ചാവൂര് പോരുന്നോ നീ? നിന്റെ കാര്യം കഷ്ടമാണ് അളിയാ. പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം, അതും 1000 വർഷം പഴക്കമുള്ള ആ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യം. തമിഴ് പത്രങ്ങളിലൊക്കെ തമിഴ്നാട് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് ഡെയിലി വാർത്തയാണ്. അസംബ്ലിയിലാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വക ബഹളവും. ഒരാളെ കൊല്ലണമെങ്കിൽ ഇങ്ങനെ വേണം കൊല്ലാൻ. താൻ തഞ്ചാവൂര് പോയിരുന്നോ? അത് പറ. പോയിരുന്നു മഹിയേട്ടാ, പോയിരുന്നു എന്ന് മാത്രമല്ല, അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. ആ കേസ് ഇപ്പൊ വേറൊരു വഴിക്ക് തിരിഞ്ഞിരിക്കുക. ചത്തുപോയ സുബ്രഹ്മണ്യത്തിന്റെ കഴുത്തിൽ കിടന്ന മാലയും മോതിരവും അന്ന് തന്നെ വേറൊരുത്ത് അടിച്ചു മാറ്റി. അവൻ പോലീസിന്റെ വലയിൽ കുടുങ്ങി. അവനൊരു സ്ഥിരം പുള്ളിയാ. ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. സംഗതി ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതിനാൽ കുറ്റം എങ്ങനെയെങ്കിലും അവന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാ പോലീസ്. കണ്ടോ, തമിഴ് പത്രത്തിലൊക്കെ അവൻ എങ്ങനെയാ കൊന്നതെന്ന് വരെ എഴുതിയിട്ടുണ്ട്. ഇനി പോലീസ് ഒന്ന് ശരിക്ക് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ കുറ്റം സമ്മതിക്കും. ദാ, നീ രക്ഷപ്പെട്ടടാ. എന്നാലും
നിരപരാധിയായിട്ടുള്ള ഒരാള് മഹിയേട്ട. ഇനി ഇപ്പൊ അതിന്റെ പേരിൽ തുടങ്ങിക്കോ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരിന്ന് സമാധാനിക്കാന്നല്ലാണ്ട്. സാരമില്ല, എത്രയായാലും അവൻ കള്ളനും ക്രിമിനലും ആണല്ലോ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കാം. അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് ദൈവത്തിന്റെ കോടതിയിൽ പൊറുക്കും കിച്ച. ഇന്നെങ്കിലും താൻ സന്തോഷത്തോടെ ഉറങ്ങുക. ഇക്കിരി ഇരിക്കുക. അമ്മാമ്മ എന്താ പെട്ടെന്ന് പണിക്കരെയും കൂട്ടി വരാൻ പറഞ്ഞേ? 2-3 ദിവസമായി വിചാരിക്കണു. ഇനിയിപ്പോ എന്തിനാ നീട്ടിക്കൊണ്ട് പോണേ? വേണ്ട, വേണ്ടാന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ചിങ്ങം വരെ കാക്കണ്ട. കർക്കടകത്തിന് മുമ്പ് നല്ലൊരു മുഹൂർത്തം കുറിക്കുക. 2 തവണ കുറിച്ചതാണല്ലോ, രണ്ടും തെറ്റി. തന്റെ കരിനാക്കൊണ്ടൊന്നും പറയാണ്ടിരിക്കുക. ഇതിപ്പോ ഒന്നല്ല, 2 വിവാഹങ്ങളാ ഒരുമിച്ച്. 2 ഒരു ദിവസം ഒരു പന്തലിൽ വെച്ച്. ഏതാണാവോ രണ്ടാമത്തെ വിവാഹം? എനിക്കൊരു വിവാഹവും കൂടി ആയാൽ കൊള്ളാന്നുണ്ട്. എന്താ തനിക്ക് മുഷിയോ? കേശുമാമ ഭാമയുടെ അച്ഛനാ. ഓ, വിവരങ്ങളൊക്കെ ഭാവം പറഞ്ഞിട്ടുണ്ട്. തമ്മി കാണുന്ന ആദ്യമാണെന്നേ ഉള്ളൂ. ഇയാളാണ് 2ാമത്തെ കക്ഷി. കുട്ടിയും ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായി, തഞ്ചാവൂരിൽ നിന്ന് വന്ന കുട്ടി. അത് തന്നെ. മഹിയുടെ അഭിപ്രായം എന്താ? ഇനിയിപ്പോ നമുക്കിത് വഹിക്കണം. അത് വിരോധമില്ല. എങ്കിൽ പണിക്കര അകത്തോട്ടിരിക്കുക. ഓ മഹിയേട്ട, കല്യാണം എന്നൊക്കെ പറയുമ്പോ മഹിയേട്ടന്റെ മമ്മേച്ചിട്ട് നടക്കട്ടെ. അതെ, എന്നിട്ട് തനിക്കെന്താ ഇപ്പൊ വേണ്ടാത്തെന്ന് മുത്തശ്ശൻ ചോദിക്കും, വേണിയും ചോദിക്കും. അപ്പോ ഒക്കെ അങ്ങോട്ട് പറയുക, എന്നിട്ട് ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുക, അല്ലേ? എനിക്കൊന്നും അറിയില്ല മഹിയേട്ട. കല്യാണം കഴിഞ്ഞിട്ട് പോണ്ടി വന്നാ കൂടുതൽ വേദനിപ്പിക്കേണ്ടി വരില്ല അവളെ. എങ്ങിട്ട് പോവാൻ? രാജു പറഞ്ഞു താൻ കേട്ടതല്ലേ. ഇനിയിപ്പൊ തന്റെ മുഖത്തുനിന്ന് മറ്റുള്ളവർ വായിച്ചെടുക്കേണ്ട ഒന്നും. രണ്ടുപേരുടെ നാളേതാ? നാള് വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും നാള്, രാമന്റെയും സീതയുടെയും നാള്, പരമശിവന്റെയും പാർവതിയുടെയും നാള്. അങ്ങോട്ട് രാശി വയ്ക്കുക പണിക്കരെ. ഞാൻ റാവുത്തർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. സാർ വരുന്ന വിവരത്തിന് മെസ്സേജ് ഇന്ന് കാലത്ത് കിട്ടി. അകത്തോട്ടിരിക്കാൻ സാർ. ഈ ഏരിയയിലൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ വീട് പാലക്കാട് തത്തമംഗലത്താ. പാപ്പ തിരുനെൽവേലി. പുള്ളിക്കാരൻ മദ്രാസ് പോലീസിലായിരുന്നു. പഠിത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഓ, എന്തൊരു ചൂട്! സമ്മർ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധവ, സർ, സാറിന് കുടിക്കാൻ തണുത്തെന്തെങ്കിലും? മോര് കിട്ടൂ, നല്ല സംഭാരം. ഇളനീര് നാളെ പോയിട്ടുണ്ട് സർ. ഇളനീര് ബെസ്റ്റ്, പക്ഷെ മോര് കിട്ടിയാൽ തലയുടെ പെരുപ്പൊന്ന് മാറും. ഇന്നലെ ഒരു ഇത്തിരി കൂടി. എങ്കിൽ മോര് കൊണ്ടുവരാൻ സർ. സാറ് വരുന്നു, വേണ്ട ഹെൽപ്പ് ചെയ്യണം. SP ഓഫീസിൽ നിന്ന് അത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യമെന്ന്? എനിക്ക് ഈ ലോക്കൽ ഒരു അഡ്രസ് തപ്പണം. അതിനു മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണം. വല്ല ഗസ്റ്റ് ഹൗസും മതി. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഓ, ഏതായാലും മതി. ഈ അഡ്രസ്? അത് ഒരു മഹേന്ദ്രൻ, ശ്രീമംഗലം വീട്, മനിശ്ശേരി. മഹേന്ദ്രൻ എനിക്കറിയാം സാർ കക്ഷി. അപ്പൊ കാര്യം ഈസിയായല്ലോ. എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല? ഒരു മർഡർ കേസ്. ഓ, തഞ്ചാവൂരിലെ ടെമ്പിൾ പ്രമിസസിൽ നടന്ന ഒരു കൊല. കൊല്ലപ്പെട്ടത് ഒരു മലയാളി. മഹേന്ദ്രൻ അതുമായിട്ടുള്ള ബന്ധം? അതറിയാനാണല്ലോ ഞാൻ വന്നത്. നമുക്കിറങ്ങാം. ആദ്യം ഗസ്റ്റ് ഹൗസ്, പിന്നെ ശ്രീമംഗലം. മഹിയേട്ടാ, അതെ മഹിയേട്ടാ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു DYSP വന്നിരിക്കുന്നു. മഹിയേട്ടനെ തിരക്കി. ഏതോ അമ്പലത്തിനകത്ത് എന്തോ കൊല നടന്നെന്നോ മറ്റോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാധവ, നീ നേരെ നമ്മുടെ കളപ്പുരയിലേക്ക് ചെല്ലേ. അവിടെ കിച്ചാമണി ഉണ്ടാവും, ലക്ഷ്മണനും. 2 പേരോട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്താ മഹിയേട്ടാ പ്രശ്നം? അതൊക്കെ പറയാം. മാധവൻ ചെല്ലേ. അപ്പോ നാട്ടിലെ കുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല അല്ലേ? ഇല്ല, ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ? അത് ഒരകന്ന ബന്ധുവാ. ഒന്ന് ഉറക്കെ പറ, കേൾക്കുന്നില്ല. അകന്ന ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. അയാൾ മരിച്ച വിവരം എപ്പോഴാ കുട്ടി അറിഞ്ഞത്? എനിക്കറിയില്ല. മരിച്ചുവോ? എങ്ങനെ മരിച്ചു? മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആര്? ആരോ? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ഒരു കണക്കിന് ഈശ്വരാനുഗ്രഹം. ഒരു ഉപദ്രവം തീർന്നു കിട്ടിയില്ലോ ഈ കുട്ടിക്ക്. തഞ്ചാവൂരും വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഈ സുബ്രഹ്മണ്യം അല്ലേ? ഉവ്വ്, മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കുട്ടിക്ക് എന്തെങ്കിലും രൂപമുണ്ടോ? ആരാവും ഈ സുബ്രഹ്മണ്യത്തെ കൊന്നത്? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാ? ശരി, കുട്ടി പോയിക്കോളൂ.
പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകാരുടെ ഒരു രീതിയായത്, പലതും ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സൺ, എന്തായാലും പേര്? മഹി. യെസ്, മഹി. അയാളൊന്ന് കാണണം. പറമ്പിലുണ്ടാവും. ആളെ വിട്ട് വിളിപ്പിക്കാം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മരിച്ചവൻ ഒരു റൗഡി, അവൻ ചത്തുകൊണ്ട് ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നമാ? പക്ഷേ സംഗതി ഇപ്പൊ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തില്ലേ? അവർക്ക് നല്ലൊരു കോളല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊല, സെൻസേഷണൽ. ലോക്കൽ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലോസ് ചെയ്ത ഫയലാ ദേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്. ഇനിയിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി എന്റെ ഉറക്കം കെടുത്തു. വരട്ടെ. ഓ ദാ മഹി വന്നൂലോ. ഹലോ. ഹലോ. എന്നെ മനസ്സിലായി കാണില്ല മഹിക്ക് അല്ലേ? എന്ന് വെച്ചാ മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ഇല്ല. ഞാൻ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. DYSP ഹമീദ് റാവുത്ത്. മഹി MBA കാരനല്ലേ? പിന്നെന്താ കൃഷിയൊക്കെ ആയിട്ട് കൂടിയത്? താല്പര്യം അത്ര തന്നെ. ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വന്നത്. അന്ന് തഞ്ചാവൂരിൽ വെച്ചൊരു സുബ്രഹ്മണ്യമായിട്ട് കശവിശ ഉണ്ടായി അല്ലേ? അയാളെ ആരോ കൊന്നു. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. മഹി മാത്രം അങ്ങനെ നേരത്തെ അറിഞ്ഞു? പത്രത്തിൽ വായിച്ചറിഞ്ഞതാ. ഏത് പത്രത്തിൽ? ദിനത്തന്തി. അതിന് തനിക്ക് തമിഴ് വായിക്കറിയാം? ഒരു കൂട്ടുകാരൻ വായിച്ചു പറഞ്ഞു. ഏത് കൂട്ടുകാരൻ? തമിഴ് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ. എന്നിട്ടെന്താ ആ വിവരം വേറെ ആരോടും പറയാതിരുന്നത്? അത് ആ കുട്ടിയെ വേണി അറിയിക്കണ്ടെന്ന് തോന്നി. വേണിയുമായിട്ട് എങ്ങനെ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതീ തെറ്റൊന്നുമില്ല. കാണാൻ നല്ല ചന്തമുള്ള കുട്ടി. അപ്പോ ബന്ധു എന്നും പറഞ്ഞ ഇടയ്ക്ക് ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവനൊരു ശല്യമാവും. ശല്യം എന്നേക്കുമായി ഒഴിവാക്കുക. സുന്ദരിയായ ഒരു സാധു പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് അത്രയൊക്കെ ചെയ്യാം അല്ലേ? തറവാട്ടി കാശുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഊരി പോരാനും ഒരു പ്രയാസമില്ല. എന്താ വഹി? ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണേണ്ടി വരും. പാലക്കാട് നെല്ലെടുക്കാൻ വന്ന ഒരു കളപ്പരയിൽ കാത്തുക്ക. മഹേണ്ണെ കാണാണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ വരണ വഴിക്ക് കോൺസ്റ്റബിൾ മാധവൻ കൈകൊണ്ട് കാലോണ്ട് എന്തൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞാൻ ട്രാക്ടർ നിർത്തിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആരാ ഇവര്? ലക്ഷ്മണൻ, ഇവിടുത്തെ ജോലിക്കാരനാ. നമസ്കാരം. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വേണ ഇയാൾക്ക് ഒരാളെ തട്ടാം അല്ലേ മഹി? ഇയാളാരാ? ഇത് എന്റെ അനുജൻ. എന്ത് ചെയ്യുന്നു? ജോലിയായിട്ട് പുറത്താ. ഗൾഫിലാ? ഏയ്, കോയമ്പത്തൂരാ. മഹേട്ടാ, ആരാത്? പോലീസ്, ക്രൈംബ്രാഞ്ച് DYSP. അയാൾ ആരാന്നാ പറഞ്ഞേ? അനുജൻ. ഓ, കുഴപ്പമായി മഹേട്ടാ. പിന്നല്ലാണ്ട് വാ.